അയ്യോ, ഞാൻ സുവിശേഷം പ്രസംഗിക്കാതിരുന്നാൽ എനിക്ക് എന്തു സംഭവിക്കും? കഷ്ടം സംഭവിക്കും. പ്രസംഗിച്ചാലും കഷ്ടം സംഭവിക്കും. അപ്പോൾ ദൈവത്തിന് അംഗീകരിക്കപ്പെട്ട വ്യക്തിയാവും. പ്രസംഗിക്കാതിരുന്നാലും കഷ്ടം സംഭവിക്കും. എന്നാൽ ഏതാണ് നല്ലത്? പ്രസംഗിച്ച് കഷ്ടം അനുഭവിക്കുന്നത് തന്നെയാണ് നല്ലത്, അല്ലേ? കൈയടിച്ച് ദൈവത്തെ സ്തുതിക്കൂ. നിന്റെ കഷ്ടം ഒഴിവാകില്ല. പ്രസംഗിച്ചാലും കഷ്ടങ്ങൾ, പ്രസംഗിക്കാതിരുന്നാലും കഷ്ടങ്ങൾ. അതിനാൽ പ്രസംഗിച്ച് കഷ്ടങ്ങൾ അനുഭവിക്കുന്നത് ക്രൂശ് ചുമന്ന് മുന്നോട്ട് പോകുന്നതാണ്. അനേകം ആത്മാക്കൾക്ക് നീ ഈ മഹത്തായ വെളിച്ചം നൽകുന്നു. അതാണ് ദൈവത്തിന് വലിയ സ്തുതി. കാരണം യേശു പ്രഭു എപ്പോഴും നമ്മിൽ ഉണ്ടാകും, ഒരിക്കലും വിട്ടുപോകില്ല. നിങ്ങൾ പോകൂ, എല്ലാ ലോകത്തും എല്ലാ സൃഷ്ടിക്കും സുവിശേഷം അറിയിക്കൂ എന്ന് അവൻ പറഞ്ഞു. ഞാൻ യസമാപ്തി വരെ നിങ്ങളോടൊപ്പം ഉണ്ടാകും. എപ്പോഴും കൂടെയുണ്ടാകും. നമ്മിൽ ഒരാളെ പോലും വിട്ടുപോകില്ല. അതിനാലാണ് നമുക്ക് ഈ ധൈര്യം ഉള്ളത്. ദൈവം എന്നോടൊപ്പം ഉണ്ട്. സമയത്ത് ദുഃഖം, പീഡനം, ഉപദ്രവം, വസ്ത്രഹീനത, ക്ഷാമം എന്നിവയുണ്ടായാലും ദൈവം എൻ്റെ കൈ വിട്ടുപോകില്ലെന്ന വിശ്വാസത്തോടെയാണ് നീ ഈ സുവിശേഷത്തിൽ മുന്നോട്ട് പോകുന്നത്. സുവിശേഷം പ്രസംഗിക്കണമെന്ന ഭാരമാണ് ദൈവം നിന്നെ അനുഗ്രഹിച്ചത്.